യേശുവിനെ അടക്കം ചെയ്ത രണ്ടാമത്തെ രാത്രി. കൊട്ടാരം നെയ്ത്തുകാരിയായ മെല്ലിസായുടെ ഭവനം. പതിവിന് വിപരീതമായി അത് വിഷാദഭരിതമായിരുന്നു. കാരണമുണ്ട്. ബറാബാസ് അഴിച്ചുവിട്ട രക്തരൂക്ഷിത കലാപത്തിൽ മെല്ലിസായ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകളായിരുന്നു. അതിൻ്റെ തീരാ ദുഃഖത്തിലായിരിക്കുന്ന മെല്ലിസായുടെ അടുത്തേക്ക് അവളുടെ ചങ്ങാതിയും സേനാധിപതിയുടെ പത്നിയുമായ ടാലിയ കടന്നുവരുന്നു. പക്ഷേ ചങ്ങാതിയുടെ ആശ്വാസവാക്കുകൾക്കൊന്നും തന്നെ മെല്ലിസായെ സാന്ത്വനിപ്പിക്കാനാകുന്നില്ല. മകളെ നഷ്ടപ്പെട്ടിരിക്കുന്ന നിന്നോട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നെനിക്കറിയില്ല. എങ്കിലും നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ? ഉള്ളിലെ വേദന എത്ര മാത്രമാണെന്ന് നിനക്ക് മനസ്സിലാവില്ല. നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ശരിയാണ്. കൊട്ടാരത്തിലെ നെയ്ത്തുകാരിയെ എനിക്ക് എന്തു മാറ്റവും വരുത്താൻ കഴിയും. ഞാൻ ബറാബാസിന് വേണ്ടി ഒരു വസ്ത്രം തയ്യാറാക്കി. ചാട്ടവാറടി കൊണ്ട് വ്രണപ്പെട്ട ബറാബാസിന്റെ ശരീരത്തിലേക്ക് ഞാൻ നെയ്തുണ്ടാക്കിയ വസ്ത്രം അവർ ധരിപ്പിക്കും. ആ നിമിഷം മുതൽ മറ്റാരും അറിയാതെ ഞാൻ ആ വസ്ത്രത്തിൽ പുരട്ടിയ വിഷക്കൂട്ടുകളെല്ലാം ആഴ്ന്നിറങ്ങും. വേദന കൊണ്ട് പുളയുന്ന അവനെ എനിക്ക് കണ്ണുകൾ കൊണ്ട് കാണണം. പക്ഷേ ജനങ്ങൾ അവനെ സ്വതന്ത്രനാക്കി. പാവം നസ്രായനായ യേശുവിനാണ് ആ ക്രൂരത അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ഒരു മേലങ്കിയായിരുന്നു യേശു വിചാരണ സമയത്ത് ധരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ നെയ്ത വസ്ത്രത്തിന് എന്തു പറ്റി? അന്ന് വസ്ത്രം വാങ്ങാൻ വന്നതിലൊരാൾ നിന്റെ ഭർത്താവായിരുന്നില്ലേ? നീ എന്നോട് ക്ഷമിക്കണം. വസ്ത്രത്തിൽ വിഷം പുരട്ടുന്ന കാര്യം നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിനക്കെന്തിന് ഇത്ര തിടുക്കം? ഇത് ബറാബാസിന്റെ വിചാരണയ്ക്കുള്ള വസ്ത്രമാണ്. നിനക്കറിയാമല്ലോ,
അവൻ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ കലാപം. പാവം, ആ മെലീസയുടെ മകളും ആ കലാപത്തിൽ അവൻ കൊലപ്പെടുത്തി. ഏത്? നമ്മുടെ നെയ്ത്തുകാരുടെയോ? അതെ, ആ സ്ത്രീ തന്നെ. എൻ്റെ ഭാര്യയുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു. സ്വന്തം മകളുടെ മരണം ഓർക്കാൻ കൂടി വയ്യ. നീ നീ മറ്റാരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരാമോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും മറ്റവരോട് പറയില്ല. ഇതെൻ്റെ വാക്ക്. ഈ വസ്ത്രത്തിൽ നിറയെ വിഷമാണ്. വിഷമോ? അതെ, നിറയെ വിഷമാണ്. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. തൻ്റെ മകളെ കൊലപ്പെടുത്തിയ ബറാബാസിനോടുള്ള പ്രതികാരമാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, ബറാബാസ് ഇതറിയിക്കുന്നുണ്ട്. നീ ഇതാരോടും പറയരുത്. എൻ്റെ ഭാര്യയാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത്. പടയാളികളെ, നിങ്ങൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞോ, ബറാബാസിനെ വെറുതെ വിട്ടു. ബറാബാസിനെയോ? അതെ, പകരം യേശുവിനെയാണ് വിചാരണ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ വേഗം കൊട്ടാരത്തിലേക്ക് വരൂ. അത് വളരെ കഷ്ടമായി പോയി. ബറാബാസ് അവൻ ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. അത് ശരിയാണ്. പക്ഷേ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? യേശുവിനെ പിടിച്ചുകൊണ്ടുവന്ന സംഭവം നീ ഓർക്കുന്നില്ലേ? ചുറ്റിനു നിന്ന് ആക്രോശിക്കുമ്പോഴും നമ്മുടെ പടയാളിയുടെ അറ്റുപോയ ചെവി ചേർത്ത് വെച്ച് അത്ഭുതം നടത്തിയവനാണ് യേശു. ആ നിമിഷം മുതൽ ഞാൻ അയാൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ വിഷം പുരട്ടിയ വസ്ത്രം ഒരിക്കലും യേശു ധരിക്കാൻ പാടില്ല. നമ്മളിനി എന്തു ചെയ്യും? നമുക്കിത് ഈ പുഴയിലെറിഞ്ഞാലോ? ശരിയാണ്. ഈ കാട്ടിലെ പുഴയിൽ മറ്റാരും അന്വേഷിച്ചു വരില്ല. പക്ഷേ രാജാവ് അന്വേഷിച്ചാലോ? ഇപ്പോൾ നടക്കുന്നതൊക്കെ അസാധാരണമായി തോന്നില്ലേ? ഈ തിരക്കിനിടയ്ക്ക് ഇതെല്ലാവരും മറന്നോളും. എന്തു വന്നാലും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. നീ ഇത് മറ്റാരോടും പറയാതെ ഇരുന്നാൽ മതി. പക്ഷേ യേശുവിനെ അവർ വിചാരണയ്ക്ക് വിധേയമാക്കി. അവൻ ക്രൂശിനാൽ മരണം വരിച്ചു. അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്യുകയും മൃതദേഹം ശിഷ്യന്മാർ എടുത്തു മാറ്റാതിരിക്കാൻ 2 പടയാളികളെ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്ത് നീതിമാനായ മനുഷ്യനാണ് ഈ കല്ലറയിൽ മരിച്ചു കിടക്കുന്നത്? മരിക്കുന്ന നിമിഷം വരെ അത്ഭുതം പ്രവർത്തിച്ചല്ലേ മരിക്കുന്നത്. അത് ശരിയാണ്. അതുകൊണ്ടല്ലേ എനിക്കും നിനക്കും ഈ ഗതി വന്നത്. അതെന്ത് ഗതി? ഈ കാവൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കെൻ്റെ ഗ്രഹത്തിൽ എൻ്റെ ഭാര്യയോടും മക്കളോടും കൂടി കഴിയാമായിരുന്നു. അത് പറഞ്ഞപ്പോഴാ എൻ്റെ ഭാര്യ ടാലിയുടെ സുഹൃത്തായ മെലീസയെ അറിയില്ലേ? ആ കൊട്ടാരം നെയ്ത്തുകാരിയല്ലേ? അറിയാം. അതെ. പാവം സ്ത്രീയല്ലേ? ആ ബറാബാസ് അവളുടെ മകളെയല്ലേ കൊലപ്പെടുത്തിയത്? അതെ, അവന് കൊടുക്കാനായി അവളൊരു വസ്ത്രം തന്നു വിട്ടിരുന്നു. ഈ ഈശോയെ പിടിക്കുവാൻ പോയില്ലേ അന്ന്? അതെന്തിനാ? എൻ്റെ ഭാര്യ പറഞ്ഞു എന്തോ, അതാ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. എന്നിട്ട് നീ ആ വസ്ത്രം എന്ത് ചെയ്തു? അതൊരു കുഴപ്പം പിടിച്ച പണിയായിരുന്നു. അത് എന്ത് കുഴപ്പം? അതെ, അത് ഞാൻ കയ്യിൽ കരുതിയതായിരുന്നു. ആ വസ്ത്രം ഒരു സാധാരണ വസ്ത്രമല്ല. അതിനെന്താ ഇത്ര പ്രത്യേകത?
ആ സ്ത്രീ അതിൽ ചില രഹസ്യ വിഷമരുന്നുകളെല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഒരു വസ്ത്രമായിരുന്നു. ഓ, അവൾ പ്രതികാരം ചെയ്യാൻ നോക്കിയതാണല്ലേ? അതെ, ഏക മകളെ നഷ്ടമായ ആ സ്ത്രീ അങ്ങനെ ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല. തനിക്കാണിത് സംഭവിച്ചതെങ്കിൽ എന്തു ചെയ്യുമായിരുന്നുവോ അത് മാത്രമേ ആ സ്ത്രീ ചിന്തിച്ചതും ചെയ്തതും. അത് ശരിയാണ്. എന്നിട്ട് നീ അത് ബറാബാസിന് കൊടുത്തോ? അതിന് കഴിഞ്ഞില്ല. യേശുവിനെ പിടിച്ചുകൊണ്ട് പോയ ദിവസമാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നീടല്ലേ ആ ബറാബാസിന് പകരം യേശുവിനെയാണ് കൊല്ലുന്നതെന്ന് അറിയുന്നതും. എന്നിട്ട് നീ അത് യേശുവിന് കൊടുത്തോ? കൊടുത്തില്ല. എൻ്റെ ചങ്ങാതിയുടെ അറ്റുപോയ ചെവി അന്ന് ഈശോ അത്ഭുതം വഴി ശരിയാക്കിയതും ഞാനും എൻ്റെ ചങ്ങാതിയും കൂടി ആ വസ്ത്രം ആ മലയുടെ താഴ്വാരത്തിലൂടെ ഒഴുകുന്ന നദിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അത് നന്നായി. ഈ മനുഷ്യൻ ആ വസ്ത്രം ധരിക്കാൻ മാത്രം പാപിയല്ല, പിന്നെ അവനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ശപഥം എടുത്തിരിക്കുന്നവരുടെ വാശിക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് നല്ലത്. ഒരു തെറ്റുപോലും ചെയ്യാത്ത ഈ മനുഷ്യനെയും വെറുതെ കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞു. പതുക്കെ പറയൂ, മറ്റാരെങ്കിലും കേൾക്കും. അല്ലെങ്കിൽ തന്നെ നാശം പിടിച്ച ദിവസമാണിന്ന്. നല്ല മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത കാണുന്നുണ്ടല്ലോ. ഉഫ്, ഒരു തണുത്ത കാറ്റ്. എന്താ ഇത് ഈ സമയത്ത് ഇങ്ങനെ ഒരു കാലാവസ്ഥ?